ടയറാണ് നമുക്ക് ലോഡ് അങ്ങോട്ടേക്ക്. ഇവിടുന്ന് ടയറെടുത്ത് നമ്മൾ കോട്ടയം വരെ പോകണം. എറണാകുളത്തു നിന്നാണ്. ഇവിടെ ടയർ കമ്പനി കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം ബസ്സിൻ്റെ പണികൾ ചെയ്യുന്ന ഒരു ഗ്യാരേജാണ്. അപ്പോൾ അവിടെ തന്നെ ടയറിൻ്റെ സെറ്റപ്പും ഉണ്ട്. ടയറിൻ്റെ ഇതും ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ വണ്ടി പണി ഒരു ഗ്യാരേജാണ് സംഭവം. ഞാനിപ്പോൾ ഇവിടെ വന്നു വെച്ചാൽ ഞാൻ ഒരു ചായ കുടിക്കാതെ മഴയൊക്കെ ഒരു ചായ കുടിച്ചിട്ട് വലിച്ചിട്ട് അപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ ലോഡ് കയറിയില്ലെന്ന് അറിയത്തില്ല. അത് നോക്കി അറിയാം. അങ്ങനെയാണ് ഗൈസ് മഴ. നിൽക്കുവാണ് ചായയൊക്കെ കുടിക്കുക, കൂട്ടൊക്കെ വിളിക്കുന്ന നിൽക്കുക. കൊടുക്കുന്ന ബെസ്റ്റ് സർവീസാണ് മഴയത്ത്. മഴയത്ത് നിൽക്കുമല്ലോ. അതാണ് നമ്മുടെ ഗ്യാരേജ് വന്നത്. ഗ്യാരേജിലുണ്ട് അത്യാവശ്യം ബസ്സിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗ്യാരേജ്. പെയിൻറ്റിങ് ഉണ്ടോ, ടയറുണ്ട്. ഇവിടെയാണ് ടയർ അടിക്കുന്നത്. ഇവിടുന്ന് ഒരു ടയർ കയറ്റി വിടും. നമ്മളത് കൊണ്ട് കോട്ടയം വരെ പോകണം. കോട്ടയം കോടിമലയ്ക്കാണ് വേണം. ഇതാണ് നമ്മുടെ ലോറി. ടാറ്റയുടെ 14 വീല് ലോറി. ഓക്കെ, അത് കഴിഞ്ഞ് ലോഡ് കയറി തുടങ്ങുന്നേ ഉള്ളൂ. ലോഡ് ഇപ്പോൾ അവർ കേൾക്കും കേട്ടോ. പിന്നെ ഞാൻ വണ്ടിയുടെ ഇൻറ്റീരിയൽ ഡിസൈനിങ് ഒക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇൻറ്റീരിയൽ ചെക്ക് ചെയ്യുന്ന സമയം കൊണ്ട് അവരോ ലോഡ് കയറ്റുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ടോമാഞ്ചേരിയുടെ ഒരു ലോക്കറ്റല്ല, ഒരു കീ ചെയിൻ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ മുരുകൻ്റെ ഒരു ഫോട്ടോ, 2 ചെടിച്ചട്ടി, പിന്നെ ഒരു കുപ്പി വെള്ളം കുടിക്കാനുള്ള വാട്ടർ ബോട്ടിൽ, കുപ്പിയും വെള്ളവും കാര്യങ്ങളൊക്കെ. ബിസ്ലരി എന്ന് പറഞ്ഞൊരു കുപ്പിവെള്ളം കേട്ടോ. പിന്നെ ടൂത്ത് പേസ്റ്റും ബ്രഷും. പിന്നെ അകത്തൊരു ക്യാബിൻ ലൈറ്റും ഉണ്ട്. ക്യാബിൻ ലൈറ്റ് അടിപൊളിയായിട്ട് കിടക്കണം കേട്ടോ. ക്യാബിൻ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ സൈഡ് മിററൊക്കെ പക്കയാണ് കേട്ടോ. പക്ക ഒരു HD അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവർ. വണ്ടി ലൈലാൻഡ് തന്നെയാണ് പുലി. ടാറ്റയെക്കാളും പുലി ലൈലാൻഡ് തന്നെയാണ്. പക്ഷെ ഇത് വലി ഇച്ചിരി കുറവുണ്ടോ സംശയമുണ്ട്. പക്ഷെ ഓടിക്കാനൊക്കെ സുഖമാണ്. പിന്നെ നോക്കാം, റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോയേക്കായിരുന്നു. ഇവിടെ ആയിട്ടില്ല, നമ്മുടെ ലോഡ് ഇപ്പോൾ തന്നെ ആവും. അപ്പം വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. വണ്ടിയെക്കുറിച്ച് പറയാം. 14 വീലാണ്. പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് നമ്മൾ തിരിക്കുമ്പോൾ കണ്ടോ, ഫ്രണ്ട് തിരിക്കുമ്പോൾ ബാക്ക് ടയറും വരുന്നുണ്ട് കണ്ടോ. 14 വീൽസിൻ്റെ വണ്ടി ആയതുകൊണ്ട് ബാക്ക് ടയറും കൂടെ ഉണ്ടോ. നമ്മളിപ്പം ഇടത്തോട്ടാണ് പിടിക്കുന്നതെങ്കിൽ ഫ്രണ്ട് ഇടത്തോട്ടും പോകും, ബാക്ക് വലത്തോട്ടും പോകും. അങ്ങനെ അതിൻ്റെ സിസ്റ്റം വന്നേക്കണം. എന്നാലേ ഉള്ളൂ ഇത് പോകുള്ളൂ. ചേസ് നല്ല നീളമുള്ള ചേസാണ് വണ്ടിക്ക് കണ്ടോ. ഓക്കെ, കേസ് നമ്മുടെ ലോഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ടയറും കാര്യങ്ങളും ലോഡ്സും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട് വണ്ടിയിൽ. എടുക്കുക, പൊട്ടിക്കുക, ഒരു മൂടിക്കിടണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഹമ്പൊക്കെ ചിലപ്പോൾ ടയറൊക്കെ തെറിച്ച് പോകും. അവരിപ്പം തന്നെ അത് മൂടിക്കെട്ടിത്തരും നമുക്ക്. നമ്മൾ പോവും. അങ്ങനെ കേസ് നമ്മുടെ ലോഡ് ഫുള്ളായിട്ടുണ്ട്. ഫുള്ള് കയറി റെഡി സെറ്റായി നമ്മൾ പോകാനുള്ള പരിപാടി കേട്ടോ. നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻജിൻ സൗണ്ടും ഒന്ന് എയറും കയറ്റി കുറച്ച് എയർ കയറ്റണം. വണ്ടിക്ക് എയർ കയറ്റിയിട്ട് വേണം വണ്ടി എടുക്കാൻ. നല്ല HD ക്വാളിറ്റി കുറവുള്ളൂ. പിന്നെ നമ്പർ എഴുതിയിട്ടില്ല വണ്ടി. ആ നമ്പർ വേണം നമ്മൾ തന്നെ ആഡ് ആക്കണം കേട്ടോ. ഇപ്പോൾ കേരള വേണമെങ്കിൽ കേരള ആക്കാം, തമിഴ്നാട് വേണം തമിഴ്നാടാക്കാം. ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം.
അപ്പോൾ ഗൈസ് എയറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാൻ സമയമായി. നമുക്ക് കോട്ടയത്തോട്ടാണ് പോകേണ്ടത്. കോട്ടയം കൂടിമലക്ക് കേട്ടോ പോകണ്ടേ. ഒന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന ഇച്ചിരി അങ്കപ്പാടുള്ള പണിയാണ്. അതെന്ന് വെച്ചാൽ വണ്ടി കുണുകുണാണ് വണ്ടി കാരണം MBD ഒക്കെ വരുന്നുണ്ട് കേട്ടോ. MBD ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ടയറായ കൊണ്ട് ജെറ്റ് സർവീസ് ഉണ്ട്. പുറകിൽ നിന്ന് ഒരുത്തം വന്ന് പണി തന്നു. നമ്മൾ ഒറ്റച്ചോട്ടി ഓട്ടിയുണ്ട്. ബ്ലോക്കാണോ സിഗ്നലാണോ? നമ്മൾ സിഗ്നലിൽ കിടക്കുവാണ് വണ്ടിയായിട്ട്. ഇടയ്ക്ക് ലിങ്ക് കൂടി പോകില്ല ദൈവമേ. സൗണ്ടൊക്കെ പക്കയായിട്ടാണ് പറ്റിയിരിക്കണം കേട്ടോ. അടിപൊളി സൗണ്ടാണ്. ചെറിയൊരു ഒറിജിനാലിറ്റി ഒക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ മോഡൊന്ന് ഡൗൺലോഡ് ചെയ്യുമെന്ന് കളിച്ച് നോക്കുക. അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി മോഡാണ്.